إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം, നിത്യമായ ജാഗ്രത, എപ്പോഴുമുള്ള ശ്രദ്ധ എന്നും എവിടെയും ഏത് സെക്കൻഡിലും വെച്ചു പുലർത്തണമെന്നും ഉണർത്തുകയാണ്. ഒരു മുസ്ലിമിൻ്റെ രാജ്യസ്നേഹം എന്ന് പറയുന്നത് അത് വാക്കുകൾക്ക് അപ്പുറമുള്ള സംഗതിയാണ്. സാധാരണഗതിയിൽ ഒരു മനുഷ്യന് പ്രകൃത അവൻ്റെ നാട്ടുകാരോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അത് പ്രകൃത അവനിൽ നിക്ഷേപിക്കപ്പെട്ട നിക്ഷിപ്തമായ ഒരു സംഗതിയാണ്. എല്ലാവർക്കും സ്വന്തം ജന്മനാടിനോടുള്ള സ്നേഹം അവിതർക്കിതമാണ്. ഇപ്പൊ ഗൾഫിലൊക്കെ പോയി നിന്ന് ഒന്ന് നാട്ടിലൊക്കെ ഒന്ന് വരണമെന്ന് വിചാരിക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന കുളിർമയും സന്തോഷവും പ്രവാസ ജീവിതം നയിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അത്രമാത്രം സന്തോഷമാണ് സ്വന്തം നാടിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ വിശ്വാസികളെ പറ്റി പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുഹാജിറുകളായ സഹാബികളെ പറ്റി പറഞ്ഞപ്പോൾ അവരുടെ ത്യാഗമായി എടുത്തുദ്ധരിച്ചത് ലിൽ ഫുഖറാഇൽ മുഹാജിരിൻ അല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം, മുഹാജിറുകളായ മിസ്കീനുകൾ, പാവപ്പെട്ട ആൾക്കാർ, അവരുടെ പ്രത്യേകതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുകയാണ്. ഉഖ്രിജു മിൻ ദിയാരിഹിം, അവരുടെ വീടുകളിൽ നിന്ന്, നാട്ടിൽ നിന്ന് അവർ പുറത്താക്കപ്പെട്ടവരാണ്. വ അംവാലിഹിം, അവരുടെ സമ്പത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടവരാണ്. സ്വന്തം നാട്, ആ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുക, അവരുടെ സമ്പത്തിൽ നിന്ന് പുറത്താക്കപ്പെടുക. എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിന്റെ ഫളിലായിരുന്നു അവർ കാംക്ഷിച്ചിരുന്നത്, അള്ളാഹുവിന്റെ പ്രീതിയായിരുന്നു അവർ കാംക്ഷിച്ചിരുന്നത്. അവർ അള്ളാഹുവിനെയും പ്രവാചകനെയും സഹായിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് മാത്രം സ്വന്തം ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു നാട്, ആ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ് അവരെന്ന് അവരുടെ മഹത്വമായി അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കൊടുക്കുകയാണ്. ഉലൈക ഹുമുസ് സാദിഖൂൻ, അവരാണ് സത്യവാന്മാർ. അവർ കപടത ഒരു തരത്തിലും തീണ്ടാത്ത അവർ, ആ വിശ്വാസികൾ, അവർ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അതുകൊണ്ടാണ് തഫ്സീറുകളിൽ കാണാം വഅന്നഹും മാ ബൈന മുഹാജിരീന ഖദ് ഹജറുൽ മഹ്ബൂബാത്ത് വൽ മഅലൂഫാത്ത്, അവർ പരിചയക്കാരിൽ നിന്നും ഇഷ്ടപ്പെട്ടതിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. നമുക്കറിയാം, നമ്മുടെ നാട്ടുകാരോട് നമുക്കൊരു സ്നേഹം ഉണ്ടാവും. വേറെ ഏതെങ്കിലും നാട്ടിൽ അന്യരായി നിൽക്കുന്നതിനെക്കാട്ടിയും സ്വന്തം ജനിച്ചു വീണ ഗ്രാമത്തിൽ ഒരു വീടെടുത്ത് നിൽക്കുമ്പോൾ അതിനോട് പുറത്ത് റോഡുമ്പിലേക്കൊക്കെ ഇറങ്ങി വരുമ്പോൾ കുറേ ആൾ പരിചയക്കാരുണ്ടാവും. വേറെ ഏതെങ്കിലും നാട്ടിൽ പോയാൽ അങ്ങനെയുള്ള പരിചയക്കാരെ നമുക്ക് കാണാൻ സാധ്യല്ല. അവർ അപരിചിതത്വം നമുക്ക് അവിടെ ഉണ്ടാവും.
അപ്പൊ ജനിച്ച നാട് അങ്ങനെയാണ്. അങ്ങനെ ഇഷ്ടപ്പെട്ടവരിൽ നിന്നും പരിചയക്കാരിൽ നിന്നൊക്കെ അവർ ഹിജ്റ പോകേണ്ടി വന്നു. മിനൽ ദിയാരി, വീടുകളിൽ നിന്ന്, വൽ ഔതാനി വൽ അഹ്ബാബി വൽ ഖുല്ലാനി വൽ അംവാലി, സമ്പത്തിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന്, പ്രിയപ്പെട്ടവരിൽ നിന്ന്, അവരുടെ നാടുകളിൽ നിന്നൊക്കെ അവർ ഹിജ്റ പോകേണ്ടി വന്നു. ആര്? യഥാർത്ഥ വിശ്വാസികൾ. അതുകൊണ്ടാണ് കപടന്മാരെ പറ്റി പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വലൗ അന്നാ കതബ്നാ അലൈഹിം അൻ ഇഖ്തുലൂ അൻഫുസകും, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യണം എന്ന് അവരോട് കൽപ്പിക്കപ്പെട്ടാൽ, അവ യഖ്റജൂ മിൻ ദിയാരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ വീട് വിട്ട് പുറത്തേക്ക് പോകണം, നാട് ഉപേക്ഷിച്ചു കൊണ്ടുപോകണം എന്ന് അവരോട് പറയപ്പെട്ടാൽ, മാ ഫഅലൂ ഇല്ലാ ഖലീലും മിൻഹും, അവരുടെ കൂട്ടത്തിൽ നിന്ന് അല്പം ചില ആൾക്കാർ മാത്രമേ അത് ചെയ്യുകയുള്ളൂ. സ്വന്തം നാട് ഉപേക്ഷിച്ചുകൊണ്ട് പോവുക അത് കപടന്മാർക്ക് സാധ്യമല്ല. സ്വന്തം ജീവൻ ത്യജിക്കാൻ വേണ്ടി തയ്യാറാകുക അത് ആർക്ക് സാധ്യമല്ല? അത് കപടന്മാർക്ക് സാധ്യതയല്ല. അതുകൊണ്ടാണ് ജീവൻ ത്യജിക്കാൻ വേണ്ടി പറഞ്ഞെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്ലസ് ചേർത്തിട്ട് പറയാണ്, നാട് ഉപേക്ഷിക്കാൻ വേണ്ടി അവരോട് പറയപ്പെട്ടാലോ അവർക്കത് സാധ്യമല്ല. അപ്പൊ ജീവൻ, നാട് രണ്ടിനോട് പ്ലസ് ചേർത്തിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. എന്നാൽ വിശ്വാസികളെ പറ്റി പറഞ്ഞത് അവർ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ഉലൈക ഹുമുസ് സാദിഖൂൻ, അവർ സത്യവാന്മാരാണെന്ന് പറഞ്ഞു. വലൗ അന്നഹും ഫഅലൂ മാ യുഅദൂന ബിഹി ലകാന ഖൈറൻ ലഹും വഅശദ്ദ തസ്ബീത. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അവർക്കെങ്ങാനും ഉപദേശം ഉണ്ടല്ലോ, അവർ അനുസരിച്ചിരുന്നെങ്കിൽ അവരെ നാം കൂടുതലായി ശക്തരായി ഉറപ്പിച്ചു നിർത്തുമായിരുന്നു. ഇതിന്റെ തഫ്സീറിൽ കാണാം, യുഖ്ബിറു തആല അന്നഹു ലൗ കതബ അലൈഹി ഇബാദിഹിൽ അവാമിർ ഷാഖത അല നുഫൂസി മിൻ ഖതലിൻ നുഫൂസിൻ വൽ ഖുറൂജി മിൻ ദിയാരി ലം യഫലു ഇലാ ഖലീലു മിൻഹും വന്നാദിർ. നാട് ഉപേക്ഷിക്കണമെന്ന് അവരോട് പറഞ്ഞാൽ അവർക്കത് കേൾക്കാൻ വേണ്ടി സാധ്യമല്ല. ആർക്ക്? കപടന്മാർക്ക്. എന്താണ് ഇങ്ങനെ പറയാനുണ്ടാകുന്ന കാരണം? സഹോദരന്മാർ, അതുകൊണ്ടാണ് അവിശ്വാസികൾ പ്രവാചകന്മാരോട് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പല ഉദ്ധരിക്കുന്നുണ്ട്. വഖാലല്ലദീന കഫറു, അവിശ്വാസികൾ പറഞ്ഞ സന്ദർഭം, ലിറുസുലിഹിം, അവരുടെ പ്രവാചകന്മാരോട്, ലനുഖ്രിജന്നകും മിൻ അർളിന, നമ്മുടെ നാട്ടിൽ നിങ്ങളെ പുറത്താക്കും. അവരുടെ നാടും കൂടിയാണ് ആ നാട്, പ്രവാചകന്മാർ പുറത്തുനിന്ന് വന്നവരല്ല. എന്നിട്ട് അവിശ്വാസികൾ അവരോട് പറയും, നമ്മുടെ നാട്ടിൽ നിന്ന് നിങ്ങൾ പുറത്താക്കും. അല്ലെങ്കിൽ ഗർഭാപസ്യാണോ, നമ്മുടെ മില്ലത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം, ഈ നാട്ടിൽ നിന്ന് പുറത്താക്കും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് ഉറപ്പ് നൽകി അവരെ നാം നശിപ്പിക്കുക തന്നെ ചെയ്യും. അപ്പോ പ്രവാചകന്മാരോട് ആ നാട്ടിലെ അതിക്രമകാരികളായ ആൾക്കാർ ഈ നാട്ടിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുമെന്ന് പറഞ്ഞപ്പോ വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി കൊടുത്തു, എന്തെന്ന്? അവരെ നാം നശിപ്പിക്കുക തന്നെ ചെയ്യും. എന്തുകൊണ്ടാണ്? നാടിനുള്ള മഹബത്താണ്. ഏതൊരാൾക്കും സ്വന്തം നാടിനുള്ള സ്നേഹമാണ്. അതുകൊണ്ടാണ് അവിശ്വാസികൾ ഭീഷണിപ്പെടുത്തുന്നത്, നിന്നെ ഇവിടുന്ന് പുറത്താക്കും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെടുകയാണ്. അതുകൊണ്ടാണ് ശുഐബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, ആ നാട്ടിലെ അഹങ്കാരിയായ ആൾക്കാരുണ്ടായിരുന്നു. അവര് പറഞ്ഞു, ഷുഐബേ, നിന്നെ പുറത്താക്കും കേട്ടോ, വല്ലദീന ആമനൂ മഅക, താങ്കളുടെ കൂടെ വിശ്വസിച്ച വിശ്വാസികളുണ്ടല്ലോ, താങ്കളുടെ കൂടെ കൂടിയ ആളുണ്ടല്ലോ, അവര് നമ്മൾ പുറത്താക്കും. മിൻ ഖറിയത്തിന, നമ്മുടെ നാട്ടിൽ നിന്ന്. അവരെയും കൂടി നാടാണ്. പക്ഷെ അവിശ്വാസികൾ പറയുന്നത് മിൻ ഖറിയത്തിന ഔ ലതഊദുന്ന ഫീ മില്ലത്തിന, അല്ലെങ്കിൽ നമ്മുടെ മില്ലത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം. അപ്പൊ ശുഐബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ഔ ലൗ കുന്നാ കാരിഹീൻ, നിങ്ങളുടെ മില്ലത്ത് അത് ഞങ്ങൾക്ക് വെറുക്കപ്പെടുന്ന അവസ്ഥയിലാണ് എന്നിരിക്കെ നിങ്ങൾ മില്ലത്തിലേക്ക് തിരിച്ചു വരണം എന്ന് പറയുന്നത് എന്തൊരു അടിസ്ഥാനമുള്ള സംഗതിയാണ് എന്ന് പറയുകയാണ്. ശേഷമുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫഅഖദത്ഹുമുർ റജ്ഫത്തു ഫഅസ്ബഹു ഫീ ദാരിഹിം ജാസിമീൻ. അങ്ങനെ നേരം പുലർന്നപ്പോൾ അവരെ ഭൂകമ്പം പിടികൂടി, അവരുടെ വാസസ്ഥലത്ത് കവിഴ്ന്ന് കിടക്കുന്ന പോലെ ആയിപ്പോയി. കാരണം നാട്ടിൽ നിന്ന് പുറത്താക്കും എന്ന ഘട്ടം വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെട്ടു. ശക്തമായ ഭൂകമ്പം അവരെ പിടികൂടുകയുണ്ടായി. അവരവിടെ കമിഴ്ന്ന് കിടക്കുന്ന പോലെ അവസ്ഥയായി രാവിലെ നേരം പുലർന്നപ്പോൾ എന്ന് പറയുകയാണ്. ഇപ്പൊ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി പറഞ്ഞപ്പോൾ കാണാൻ സാധിക്കും, ഫമാ കാന ജവാബ ഖൗമി, അദ്ദേഹത്തിന്റെ ജനതയുടെ മറുപടി ഇത് മാത്രമായിരുന്നു. ഇല്ല അൻ ഖാലു, ഇതായിരുന്നു അവരുടെ മറുപടി.
അഖ്റിജു, ഇവിടുന്ന് പുറത്തേക്ക് പോകണം. ആലല്ലൂത്തിൻ മിൻ ഖറിയത്തിക്കും, നിങ്ങളുടെ ഈ നാടുണ്ടല്ലോ, ഈ നാട്ടിൽ നിന്ന് പോകണം. ഇവിടെ നിൽക്കണ്ട, പോയിക്കോ. ഇന്നഹും ഉനാസുൻ യതതഖറൂൻ, കാരണം അവരെന്ന് പറഞ്ഞാൽ നല്ല ആൾക്കാരാണ്. ലൂത്ത് നബി അദ്ദേഹത്തിൽ വിശ്വസിച്ച ആൾക്കാർ എന്താണ്? അവർ നല്ല ആൾക്കാരാണ്. അവർ വ്യഭിചരിക്കാത്ത, പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യാത്ത, വേറെ ഏതെങ്കിലും രൂപത്തിൽ മോശ പ്രവർത്തനങ്ങൾ ചെയ്യാത്ത ആൾക്കാരാണ്. അവർ നമുക്ക് ശരിയാവുകയില്ല. അതുകൊണ്ട് തന്നെ അവരെ ഇവിടുന്ന് പുറത്താക്കി കളയണം, ഈ നാട്ടിൽ നിന്ന് പുറത്താക്കി കളയണം. കാരണം അവർ തന്നെ പറയാൻ അവർ നല്ല ആൾക്കാരാണ്. പക്ഷെ അവിടെയും അല്ലാഹുവിന്റെ നടപടി ഉണ്ടായി. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കൂടെ വിശ്വസിച്ച കുടുംബക്കാരെയൊക്കെ രക്ഷപ്പെടുത്തി. അദ്ദേഹത്തിന്റെ ഭാര്യയെ രക്ഷപ്പെടുത്തിയില്ല. കാരണം ഭാര്യ പിന്മാറി നിന്നവരുടെ കൂട്ടത്തിലാണ് നാം കണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക. സഹോദരന്മാരെ, ഇവിടെ അല്ലാഹുവിന്റെ ഇടപെടൽ എപ്പോഴാണ് ഉണ്ടാകുന്നത്? നാട്ടിൽ നിന്ന് പുറത്താക്കും, ഈ നാട്ടിൽ നിങ്ങൾ അടിച്ചോടിക്കും എന്നൊക്കെ വാലിമുകളായ അക്രമികരായ ആൾക്കാർ ആ വിശ്വാസികൾക്ക് നേരെ ഇടപെട്ടപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷാ നടപടികൾ ഉണ്ടാകുകയാണ്. അതുകൊണ്ടാണ് യഥാർത്ഥ വിശ്വാസത്തെയും അവർക്കുണ്ടാ മഹത്തായ ത്യാഗത്തെയും സമന്വയിപ്പിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചൊരു തത്വം സൂറത്ത് ഹജ്ജിൽ വിശ്വാസികളുടെ പ്രത്യേകതയായിട്ട് പറയുന്നുണ്ട്. അതെന്നറിയാം, അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം, അവരുടെ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെത്രയവർ, ബിഗൈറിൽ ഹഖ്, ഒരു ന്യായവുമില്ലാതെ അവർ നാട്ടിൽ നിന്ന് പുറത്താക്കി. ഇല്ലാ യഖൂലു റബ്ബുനല്ലാഹ്, നമ്മുടെ റബ്ബ് അള്ളയാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ അവർ നാട്ടിൽ നിന്ന് അവർ പുറത്താക്കി. വലൗലാ ദഫഉല്ലാഹി നാസ ബഅദുഹും ബിബഅദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണേ, മനുഷ്യരിൽ ചിലരെ മറ്റു ചിലരെ കൊണ്ട് അല്ലാഹു തടുക്കുന്നില്ലായിരുന്നുവെങ്കിൽ ലഹുദ്ദിമത്ത് സവാബിഉ വബയ്ഉൻ വസലവാത്തുൻ വമസാജിദ് യുസ്കറു ഫീ ഇസ്മുല്ലാഹി കസീറ. അതായത് ഇവിടെ തകർക്കപ്പെടുമായിരുന്നു ധാരാളം സന്യാസി മഠങ്ങള്, ക്രിസ്തീയ ദേവാലയങ്ങള്, യഹൂദ ദേവാലയങ്ങള്, അള്ളാഹുവിനെ ധാരാളമായി പ്രകീർത്തിക്കപ്പെടുന്ന മുസ്ലിങ്ങളെ പള്ളികളൊക്കെ ഇവിടെ തകർക്കപ്പെടുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലരെ കൊണ്ട് തടുക്കുന്നില്ലായിരുന്നുവെങ്കിൽ ഇന്നല്ലാഹ ലഖവിയ്യുൻ നസീർ എന്ന് പറഞ്ഞാൽ എന്താ? ചിലപ്പോൾ മുസ്ലിങ്ങളുടെ വിഷയത്തിൽ പാർലമെന്റിൽ ശബ്ദിക്കാരാ, ചിലപ്പോൾ ഒരു അവിശ്വാസിയായിരിക്കും, മതവിശ്വാസം തീരെ ഇല്ലാത്ത ഒരാളായിരിക്കും. അല്ലെ ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തിൽ ഒരു വിഷയത്തിൽ ചിലപ്പോൾ പാർലമെന്റിൽ സംസാരിക്കേണ്ടി വരും ഒരു മുസ്ലിം ആയിരിക്കും. അല്ലെങ്കിൽ യഹൂദന്മാരുടെ വിഷയത്തിൽ ചിലപ്പോൾ പാർലമെന്റിലോ മറ്റോ ഇടപെടുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഓടി നടക്കുക മറ്റേതെങ്കിലും മതക്കാരനായിരിക്കും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയില്ല, തകർക്കപ്പെടുമായിരുന്നു. ചിലരെ കൊണ്ട് ഇടപിടിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇവിടെ ആകെ നാശമായിട്ടുണ്ടാകും. പല പള്ളികളും, ക്രിസ്തീയ ദേവാലയങ്ങളും, അതുപോലെ തന്നെ യഹൂദ ദേവാലയങ്ങളും മുസ്ലിം പള്ളികളൊക്കെ തകർക്കപ്പെടും. ചിലരെ കൊണ്ട് ഇടപിടിപ്പിച്ചിട്ടാണ് നാം തകർക്കപ്പെടാത്ത അവസ്ഥയിൽ നിലനിർത്തുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇപ്പൊ മുശ്രിക്ക് ഖുറൈശികൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ നടത്തിയ ശ്രമമുണ്ട്. അതേപറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു കാര്യം, തീർച്ചയായും അവർ നിന്നെ നാട്ടിൽ നിന്ന് വിരട്ടി ഓടിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. നിന്നെ അവിടെ നിന്ന് പുറത്താക്കലാണ് അവരുടെ ലക്ഷ്യം. നിന്നെ അവിടുന്ന് എന്താണ്? അവിടുന്ന് പുറത്താക്കലാണ് അവരുടെ ലക്ഷ്യം. മനസ്സിലായില്ലേ? എങ്കിൽ നിന്നെ പുറത്താക്കിയതിനു ശേഷം കുറച്ച് കാലമല്ലാതെ അവർ അവിടെ താമസിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ചില ആൾക്കാരൊക്കെ മുഹമ്മദ് നബിക്കെതിരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ, സഹാബികൾക്കെതിരെ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, താങ്കളെയും കൂട്ടരെയും അവിടുന്ന് പുറത്താക്കലാണ് അവരുടെ ലക്ഷ്യം. പക്ഷെ താങ്കൾ അവർ പുറത്താക്കുകയാണെങ്കിൽ അവർ കുറെ കാലം അതേപോലെ നിലനിൽക്കില്ല, അല്ലാഹുവിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് പറയുകയാണ്. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, നിനക്ക് മുമ്പ് നാം അയച്ച നമ്മുടെ ദൂതന്മാരുടെ കാര്യത്തിലുള്ള നടപടിക്രമം ഇതാണ്. വലാ തജിദു ലി സുന്നത്തിനാ തഹ്വീല, നമ്മുടെ സുന്നത്തിന് യാതൊരു മാറ്റവും നീ കണ്ടെത്തുകയില്ല. നിന്നെ പുറത്താക്കിയോ വേറെ എന്തെങ്കിലും രീതിയിൽ അതിനെ കീഴൊതുക്കും, നമ്മൾ കീഴ്പ്പെടുത്തും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നടപടിക്രമം നമ്മിൽ നിന്ന് ഉണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അതുകൊണ്ട് സൂറത്ത് അൻഫാലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറയുന്നുണ്ട്, കാഫിരികൾ, അവിശ്വാസികൾ ചില തന്ത്രങ്ങൾ പ്രയോഗിച്ച സന്ദർഭം.
എന്താണ് തന്ത്രം? നിന്നെ പിടിച്ചു കെട്ടാൻ, നിന്നെ ബന്ധസ്ഥനാക്കാൻ. ഔ യഖ്തുലുക, അല്ലെങ്കിൽ താങ്കളെ കൊല്ലാൻ. ഔ യുഖ്രിജുക, അല്ലെങ്കിൽ താങ്കളെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ. താങ്കളെ നാട്ടിൽ നിന്ന് പുറത്താക്കാം, താങ്കളെ പിടിച്ചു കെട്ടാം, അല്ലെങ്കിൽ താങ്കളെ വധിക്കാം. വയംകുറൂന വയംകുറുല്ലാഹ്, അവർ കുതന്ത്രം പ്രയോഗിക്കുന്നു, അള്ളാഹു തന്ത്രം പ്രയോഗിക്കുന്നു. വല്ലാഹു ഖൈറുൽ മാകിരീൻ, അള്ളാഹു ആണ് തന്ത്രം പ്രയോഗിക്കുന്നതിൽ ഏറ്റവും ഉന്നതനെന്ന്. സഹോദരന്മാരെ, ഇങ്ങനെ എന്തുകൊണ്ടാണ് അവിശ്വാസികൾ ഭീഷണിപ്പെടുത്തുന്നത്, നാട്ടിൽ നിന്ന് പുറത്താക്കുന്നത്? കാരണം പ്രവാചകനെയും പ്രവാചകന്മാരെയും എന്തു പറഞ്ഞുകൊണ്ടാണ് അവർ ഭയപ്പെടുത്താൻ നോക്കിയത്? നാട്ടിൽ നിന്ന് പുറത്താക്കുക. അതായത് നാട് സ്വാർത്ഥമാണ്. അതാണ് സ്വന്തം നാട് എന്ന് പറയുന്നത്. അത് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അത് സ്വാർത്ഥമാണ്. നാടിനുള്ള സ്നേഹം അവിതർക്കിതമാണ്. അപ്പൊ സ്വന്തം നാടിനോട് വെറുപ്പല്ല, നാടിനോടുള്ള ബന്ധം ദൃഢമായിരുന്നു. അതുകൊണ്ടാണ് ബുഖാരിയിലെ 1-ാം അധ്യായം ഉണ്ട്, ബദറുൽ വഹി. ആ വഹിയിലെ 3-ാമത്തെ ഹദീസുണ്ട്. ആ ഹദീസ് തുടങ്ങുന്നത് എന്തറിയാം? ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജബലുൽ ഹിറയിൽ നിന്നിറങ്ങിയതിനു ശേഷം, അതായത് ഗാറുൽ ഹിറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടി. ആകെ ബേജാറായി. ജിബ്രീലിനെയാണ് കാണുന്നത്. ഓതാൻ വേണ്ടി പറഞ്ഞ് ഓതി. ബേജാറായി മല ഇറങ്ങി വന്നിട്ട് ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സമ്മിലൂനി എന്നൊന്ന് പുതപ്പിക്കുക. ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുതപ്പിച്ചു. കാര്യങ്ങൾ തിരക്കി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടിയിട്ട് ഖദീജ റളിയല്ലാഹു അൻഹ എന്താ ചെയ്തത്? ഖദീജ റളിയല്ലാഹു അൻഹയുടെ ബന്ധുവായ വറഖത്ത് ബിൻ നൗഫൽ ഇബ്നു അസദ് ബിൻ അബ്ദുൽ ഉസ്സ എന്ന് പറഞ്ഞ ക്രിസ്തീയ പുരോഹിതനുണ്ടായിരുന്നു. വലിയ ക്രിസ്തീയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന് ഹീബ്രു ഭാഷ നന്നായിട്ട് അറിയാമായിരുന്നു. ബൈബിളിൽ ഹീബ്രുവിൽ ധാരാളമായി പകർത്തി എഴുതിയ ക്രിസ്തീയ ജാഹിലിയ കാലഘട്ടത്തിൽ വലിയ പണ്ഡിതനാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടിപ്പോയത്. കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ഗുഹയിൽ വെച്ചിട്ട് ഇന്നയാളെ കണ്ടു, പിന്നെ ഇബ്നു അമ്മി ഇസ്മായിൽ ഇബ്നു അഖീഖ, ഇദ്ദേഹത്തിൽ നിന്ന് താങ്കൾ കേൾക്ക്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു. അപ്പോൾ വറഖത്ത് ബിൻ നൗഫൽ മൂസ, ഇത് മൂസയിലേക്ക് ഇറങ്ങിയ നാമൂസാണ്, രഹസ്യ സൂക്ഷിപ്പുകാരനാണ്. ഞാനൊരു യുവാവായിരുന്നെങ്കിൽ, ഞാനാകട്ടെ കണ്ണക്ക് കാഴ്ച പോയി ആകെ പടുവാർദ്ധക്യത്തിൽ എത്തിയിരിക്കുന്ന അവസ്ഥയാണ്. ആ അവസ്ഥയിൽ അദ്ദേഹത്തിന് കാഴ്ച തീരെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പടുവാർദ്ധക്യത്തിലാണ്. ഞാനൊരു യുവാവായിരുന്നെങ്കിൽ ലൈതനി അകൂന ഹയ്യൻ ഇദ് യുഖ്രിജൂക ഖൗമുക, താങ്കളുടെ സമൂഹം താങ്കളെ പുറത്താക്കുമ്പോൾ ഞാൻ താങ്കൾക്കൊരു സഹായിയായിട്ട് യുവാവായിരുന്ന ഒരവസ്ഥയായിരുന്നെങ്കിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞു എന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔ മുഖ്രിജിയഹും, അവരെന്നെ പുറത്താക്കോ, മക്കക്കാർ എന്നെ പുറത്താക്കോ, എൻ്റെ കുടുംബക്കാർ അവരെന്നെ പുറത്താക്കോ. അപ്പൊ വറക്ക പറഞ്ഞു, ലം യഅതി റജുലുൻ ഖത്തു ബിമിസ്രി മാ ജീത ബി ഇല്ലാ ഊതി. ഈ തൗഹീദ് കൊണ്ട്, അള്ളാഹുവിലുള്ള റിസാലത്ത് കൊണ്ട് ഏത് പ്രവാചകന്മാർ വന്നിട്ടുണ്ടോ അവർക്കൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പുറത്താക്കുന്ന ഭീഷണി പിടിക്കപ്പെട്ടിട്ടുണ്ട്, അവരൊക്കെ പുറത്താക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള തിക്താനുഭവം അവർ നേരിട്ടിട്ടുണ്ട് എന്ന് വറഖത്ത് ബിൻ നൗഫൽ പറയുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം എന്താ? ഔ മുഖ്രിജിയഹും, അവരെന്നെ പുറത്താക്കുവോ? എന്താ കാരണം? മക്കനുള്ള സ്നേഹമാണ്, സ്വന്തം നാടിനുള്ള സ്നേഹമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇല്ലാ തൻസുറു ഫഖദ് നസറഹുല്ലാഹ്, നിങ്ങൾ അദ്ദേഹത്തെ സഹായിക്കുന്നില്ലെങ്കിൽ അള്ളാഹു അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. ഇത് അഖ്റജുൽ ലദീന കഫറു, സത്യനിഷേധികൾ അദ്ദേഹത്തെ പുറത്താക്കി, സത്യനിഷേധികൾ അദ്ദേഹത്തെ പുറത്താക്കി. സാനി ഇസ്നൈനി ഇദ് ഹുമാ ഫിൽ ഗാരി ഇദ് യഖൂലു ലിസാഹിബി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അവർ രണ്ടിലൊരാൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സംഭാഷണം ഉണ്ടല്ലോ. അപ്പൊ പറഞ്ഞല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നിങ്ങൾ ദുഃഖിക്കണ്ട. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞല്ലോ, ഞങ്ങളുടെ കൂടെ അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോ അള്ളാഹുവിന്റെ സഹായം ഉണ്ടായിട്ടുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുമ്പോൾ, ഇപ്പൊ ചിലരൊക്കെ ഇടയ്ക്ക് പറയാം, ഹിജ്റയുടെ മഹത്വം ഇങ്ങനെ പറയും. എന്തുകൊണ്ട് ഹിജ്റ ഉണ്ടായി അത് പറയൂല. ഹിജ്റ എന്ന് പറഞ്ഞാൽ ശരിക്കും പുറത്താക്കപ്പെട്ടതാണ്, നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടതാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ട നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടതാണ്. അപ്പൊ ഹിജ്റയുടെ മഹത്വം പറയുമ്പോൾ സ്വന്തം നാടിന്റെ മഹത്വമോ പുറത്താക്കപ്പെട്ട സംഗതിയോ പറയാത്ത അവസ്ഥകളുണ്ട്. അതല്ല, നാട്ടിൽ പുറത്താക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക നോക്കി പറയുന്നുണ്ട്, മാ അത്യബുക്കി മിൻ ബലദിൻ, നാടുകളിൽ വെച്ച് ഏറ്റവും നല്ലത് ഈ നാടാണ്.
വഹബ്ബക ഇലയ്യ, നിന്നെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നു. വലൗലാ അന്ന ഖൗമി അഖ്റജൂനി മിൻകി മാ സക്കൻതു ഗോയിറക്കി, ഇതല്ലാത്ത വേറൊരു നാട് ഞാൻ തിരഞ്ഞെടുക്കുമായിരുന്നില്ല. ഈ നാട്ടുകാർ എന്റെ കൗം എന്നെ പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ, മദീനയിലേക്ക് ഞാൻ പോകുമായിരുന്നില്ല. എന്റെ നാട്ടുകാർ എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നെങ്കിൽ നീയല്ലാതെ വേറൊരു നാട് ഞാൻ തിരഞ്ഞെടുക്കില്ല എന്നാണ്. സഹോദരന്മാർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ 53 വർഷക്കാലം മക്കയിൽ ജീവിച്ചു. മുശ്രിക്കുകളുമായി കൂടിക്കടന്നുകൊണ്ടുള്ള ജീവിതം. ആ നാടിനെ നോക്കിയിട്ടാ പറയുന്നത്, ഞാൻ ഈ നാട്ടിനെ ഇഷ്ടപ്പെടുന്നു, നിന്റെ കൗമുണ്ടല്ലോ എന്നെ പുറത്താക്കിയിട്ടില്ലെങ്കിൽ ഞാൻ വേറൊരു നാട്ടിൽ പോകില്ല എന്ന് പറയാം. മനുഷ്യരുടെ പ്രകൃതിയിൽ അള്ളാഹുവിട്ട സ്നേഹമാണ് സ്വന്തം നാടിനുള്ള സ്നേഹം എന്ന് പറയുന്നത്. സ്വന്തം നാടിനുള്ള പ്രിയം എന്ന് പറയുന്നത് അത് സുഭദ്രമാണ്, അത് രൂഢമൂലമാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറാദ്ദുക ഇലാ മആദ്, തീർച്ചയായും നിനക്ക് ഈ ഖുർആൻ നിയമമായി നൽകിയവൻ തിരിച്ചെത്തേണ്ട സ്ഥാനത്ത് നിന്നെ തിരിച്ചു കൊണ്ടുവരുന്നതാണ്. ഇതെപ്പോ ഇറങ്ങിയ ആയത്തെന്നറിയാം? ജൂഫിയിൽ വെച്ച് ഇറങ്ങിയ ആയത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും മദീനയിലേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് ഇറങ്ങിയ ആയത്താണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേറ്റത്തെ സങ്കടം ഉണ്ടായിരുന്നു നാട് വിട്ടു പോകുമ്പോൾ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നില്ല, റാദ്ദുക ഇലാ മആദ്, നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരും എന്ന് പറയുകയാണ്. സാധാരണ മക്കിയ മദനിയ എന്ന് പറയുന്ന ആയത്തുകൾ സുഹൃത്തുക്കളെ കാണാൻ സാധിക്കും. എന്നാൽ ഇത് മക്കിയിലും മദനിയിലും പെടാത്ത ആയത്താണ്. ലറാദ്ദുക ഇലാ മആദ്, ജുഹ്ഫയിൽ ഇറങ്ങിയതാണ്. നിന്നെ തിരിച്ചു കൊണ്ടുവരുന്ന സ്ഥലത്ത് തന്നെ തിരിച്ചു കൊണ്ടുവരുന്ന. ഇമാം ഷൗക്കാനി അടക്കം പല മുഫസ്സിറും പറഞ്ഞു, വഹാദിൽ ആയത്തു നസലത്ത് ബിൽ ജൂഫ, ഇത് ജൂഫയിൽ ഇറങ്ങിയതാണ്. ലൈസത്ത് ബി മക്കത്തിൻ വലാ മദനിയ, ഇത് മക്കയിലല്ല മദീനയിലല്ല ഈ ആയത്ത് ഇറങ്ങിയത്. അപ്പൊ തിരിച്ചു കൊണ്ടുവരുന്ന സ്ഥലത്ത് തിരിച്ചു കൊണ്ടുവരുന്ന പറഞ്ഞതാ അതെന്താണ്? അത് മക്കയാണ്. മനസ്സിലാക്കേണ്ട വിഷയമാണ് സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായ രാഷ്ട്രത്തിനുള്ള സ്നേഹം നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇനി ഹിജ്റ പോയിട്ട് മദീനയിൽ എത്തിയപ്പോൾ എന്താണ് അവസ്ഥ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിലാലിനൊക്കെ പനി പിടിച്ചു എന്ന അവർ മക്കനെ ഇങ്ങനെ പ്രകീർത്തിച്ചിട്ട് കവിതാശകലങ്ങളൊക്കെ ഇങ്ങനെ പാരായണം ചെയ്യാൻ വേണ്ടി തുടങ്ങി എന്നൊക്കെ ബുഖാരിയിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. മക്കനെ പുകഴ്ത്തിയിട്ട് ഇങ്ങനെ പാടാൻ എവിടെ വെച്ചിട്ട്? മദീനയിൽ എത്തിയ ആദ്യ സന്ദർഭങ്ങളിൽ. അതുകൊണ്ടാണ് അവരിൽ നിന്ന് വന്നു, അല്ലാഹുവേ നീ റബിയുടെ മകൻ ഷൈബനെ നീ ശപിക്കണമേ, ഉത്ബയെ ശപിക്കണമേ, ഖൽഫിനെ ഖൽഫിന്റെ മകൻ ഉബയെ ശപിക്കണമേ, കമാ അഖ്റജൂനാ മിൻ അർളിനാ ഇലാ അർളിൽ വബാ, ഞങ്ങളുടെ ജന്മനാട്ടിൽ നിന്ന് പകർച്ചവ്യാധിയുള്ള നാട്ടിലേക്ക് ആട്ടി ഓടിച്ചതുപോലെ അവർക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കണമേ. ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിലാലൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയെന്ന. അള്ളാഹുവിന്റെ റസൂൽ പോലും പ്രാർത്ഥിച്ചു പോയി, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മദീന പ്രിയങ്കരമാക്കി തീർക്കണമേ. അത്ര സ്നേഹം മക്കന, മദീന നീ പ്രിയങ്കരമാക്കി തീർക്കണമേ. കഹുബ്ബിനാ മക്ക, മക്കനോടുള്ള സ്നേഹം പോലെ, മക്കനുള്ള സ്നേഹം പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ. നമ്മൾ ഇവിടെയുണ്ട്, ഞങ്ങൾക്ക് ഈ നാടിനെ പ്രിയങ്കരമാക്കി തീർക്കണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സായിനാ വഫീ മുദ്ദിനാ, അല്ലാഹുവേ രണ്ടു തരം അളവുകോലുകൾ, അളവ് പാത്രങ്ങൾ, ഭക്ഷ്യധാന്യങ്ങൾ സമൃദ്ധി നൽകണമേ. വസഖിക് ലനാ, ഞങ്ങൾക്ക് ആരോഗ്യം നൽകണമേ. വൻകുൽ ഹുമ്മഹാ ഇലൽ ജുഹ്ഫ, ഞങ്ങൾക്ക് ഏർപ്പെട്ടിരിക്കുന്ന പനി പോലത്തെ പകർച്ചവ്യാധികളുണ്ട്, അത് ജുഹ്ഫയിലേക്ക് നീ മാറ്റണമേ എന്നൊക്കെ അവർ പ്രാർത്ഥിച്ചെന്ന അല്ലാമ സുഹൈലി, അബൂ ഖാസിം സുഹൈലി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ റൗദത്തുൽ ഉൻഫ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയാണ്, ഒരു വ്യക്തി സ്വന്തം നാടിനുള്ള സ്നേഹമാണ് ഇത് വ്യക്തമാക്കുന്നത് എന്ന. സഹോദരന്മാരെ, അതുകൊണ്ടാണ് ബുഖാരിയിൽ ഒരു ഹദീസിൽ ഇബ്നു അജർ റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഫീഹാ ദലാലത്തുൽ മലാൽ ഫദ്ലിൽ മദീന, ഇത് മദീനയുടെ ഫദ്ൽ വ്യക്തമാക്കുന്ന ഹദീസാണ്. വാലൽ മശ്റൂയത്തു ഹുബ്ബിൽ വതനി വൽ ഹനീൻ ഇലൈഹി, ഹുബ്ബുൽ വതൻ രാഷ്ട്ര സ്നേഹം എന്ന് പറയുന്നത് അത് മതപരമാണ് എന്ന് ഈ ഹദീസിൽ വ്യാഖ്യാനത്തിൽ അവർ പണ്ഡിതന്മാർ പറയുകയാണ്. എന്ന് വെച്ചാൽ സഹോദരന്മാരെ, ഒരു രാജ്യത്തിനോടുള്ള, നമ്മൾ ജനിച്ചു പെടുന്ന രാജ്യത്തിനുള്ള സ്നേഹം എന്ന് പറയുന്നത് അത് അവിതർക്കിതമാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ ശിക്ഷാവിധികളുണ്ട്. ഇപ്പൊ വഴികൊള്ള, ആക്രമണം, മുഹാറബ് എന്ന് പറയാം. അങ്ങനെ വഴികൊള്ള നടത്തിയ അല്ലെങ്കിൽ ആക്രമണം നടത്തിയവർക്കുള്ള ശിക്ഷാ നടപടികൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ ഒന്ന് അയ്യുക്കത്തലു, ഒന്നെങ്കിൽ തലവെട്ടാം, ഔ യുസല്ലബ് അല്ലെങ്കിൽ ക്രൂശിക്കാം, ഔ തുക്കത്ത ഐദി അല്ലെങ്കിൽ കൈകൾ വെട്ടാം, അർജുലഹു മിൻ ഖിലാഫ് കൈകളോ കാലുകളോ വെട്ടാം,
അതുപോലെ തന്നെ അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് പുറത്താക്കാം, സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കാം. അത് ശിക്ഷാവിധികളാണ് ഇസ്ലാമിന്റെ. അതുപോലെ തന്നെ വ്യഭിചാരിക്കുള്ള ശിക്ഷ പറഞ്ഞപ്പോൾ കാണാൻ വേണ്ടി സാധിക്കും. അതായത് വ്യഭിചാരികൾ, അവരെ അവിവാഹിതനും അവിവാഹിതയും തമ്മിലുള്ള വ്യഭിചാരത്തിലുള്ള ശിക്ഷ 100 പ്രാവശ്യം അടിക്കലും 1 വർഷം നാടുകടത്തല ശിക്ഷ. കല്യാണം കഴിച്ചവരാണെങ്കിലോ അതിനെ എറിഞ്ഞു കൊല്ലുന്ന 100 അടിയുമുള്ള ശിക്ഷ വേറെയുണ്ട്, അത് വേറെ വിഷയം. അപ്പൊ നാടുകടത്തൽ ശിക്ഷയായിട്ട് വിധിക്കുകയാണ്. എന്തുകൊണ്ടാണ്? നാടിനോടുള്ള സ്നേഹമാണ് ഇതൊക്കെ നമ്മളെ പറഞ്ഞറിയിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോൾ അലം തറ ഇലൽ മലഇ മിൻ ബനി ഇസ്രായീല മിൻ ബഅദി മൂസ നബിക്ക് ശേഷം വന്ന ബനു ഇസ്രായേലുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സന്ദർഭം നീ അറിയില്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു രാജാവിനെ നിയോഗിച്ചു തരൂ, ഞങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളാം എന്ന് അവരുടെ പ്രവാചകന്മാരോട് പറഞ്ഞ സന്ദർഭം. അലൈക്കുമുൽ ഖിതാലു അല്ലാ തുഖാതിലു, നിങ്ങൾക്ക് യുദ്ധത്തിന് കൽപ്പന കിട്ടിയാൽ നിങ്ങൾ യുദ്ധം ചെയ്യാതിരിക്കുമോ? ഖാല അൽ അസൈതും ഇൻ കുതിബ അലൈക്കുമുൽ ഖിതാലു അല്ലാ തുഖാതിലു, നിങ്ങൾക്ക് യുദ്ധത്തിനുള്ള കൽപ്പന കിട്ടിയാൽ നിങ്ങൾ യുദ്ധം ചെയ്യാതിരിക്കുമോ എന്ന് പ്രവാചകന്മാർ അവരോട് ചോദിച്ചു. അപ്പൊ അവരെന്താ പറഞ്ഞ? കാലു വമാലന അൻ നുഖാതില ഫീ സബീലില്ലാ, ഞങ്ങൾ എങ്ങനെയാണ് അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാതിരിക്കുക? വഖദ് ഉഖ്രിജ മിൻ ദിയാരിന, നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ പുറത്താക്കപ്പെട്ടിരിക്കെ, വഅബ്നായിന, നമ്മുടെ കുട്ടികളിൽ നിന്ന്, നമ്മുടെ കുടുംബക്കാരിൽ നിന്ന് നമ്മൾ പുറത്താക്കപ്പെട്ടിരിക്കെ നമ്മൾ എങ്ങനെയാണ് യുദ്ധം ചെയ്യാതിരിക്കുക അല്ലാഹുവിന്റെ മാർഗത്തിൽ എന്ന്. ഞങ്ങളുടെ താമസ സ്ഥലങ്ങളിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾ പുറന്തള്ളപ്പെട്ട സ്ഥിതിക്ക് ഞങ്ങൾ എങ്ങനെയാണ് യുദ്ധം ചെയ്യാതിരിക്കുക എന്ന് അവർ പറഞ്ഞതായി അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു ധരിക്കുന്നുണ്ട്. വല്ലാഹു അലീമും ബിദ്ദാലിമീൻ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ സൂറത്ത് കഹ്ഫിലെ ഗുഹാനിവാസികൾ സ്വന്തം നാട്ടിൽ നിന്ന് ഒളിച്ചോടി അഭയം തേടിയത് എവിടെയാണ്? കുഫാറുകളുടെ നാട്ടിൽ തന്നെയുള്ള തൊട്ടടുത്ത പ്രദേശമുള്ള ഗുഹയിലായിരുന്നു. സഹോദരന്മാർ, ഇതൊക്കെ മനസ്സിലാക്കുന്ന സ്വന്തം നാട്, ആ നാടിന്റെ അവസ്ഥ എങ്ങനെയായാലും അതിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് പ്രകൃതപരമാണ്. എന്നാൽ വിശ്വാസവും ഈമാനും കൂടി ഉണ്ടെങ്കിലോ അതിനുള്ള സ്നേഹം, മഹബത്ത് എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരിക്കും. സ്വന്തം നാട്ടിലുള്ള സ്നേഹം എന്ന് പറയുന്നത് അത് സൂര്യപ്രകാശത്തെ വെള്ളം കൊണ്ട് തെളിച്ചിട്ട് കെടുത്താൻ വേണ്ടി പറ്റുന്ന പോലെ ഏതെങ്കിലും അവിടെ ഇവിടെ 2 കമന്റ് ഇട്ടിട്ട് കെടുത്താൻ വേണ്ടി പറ്റുന്ന ഒരു സംഗതിയല്ല. അതുകൊണ്ടാണ് നമുക്ക് പലസ്തീനിലെ പല വിശ്വാസികൾ ആ സ്വന്തം നാടുള്ള സ്നേഹം എന്തെല്ലാം അവർ ചെയ്തു. അവിടെ കുടിയിരുത്താം, ഇവിടെ കുടിയിരുത്താം, അവിടെ ആക്കാം, ഇവിടെ ആക്കാം. എന്തുകൊണ്ടാണ്? അത് സ്വന്തം നാട്ടിലുള്ള സ്നേഹമാണ്, അത് മഹബത്താണ്. അതൊരു വിശ്വാസിയാകുമ്പോൾ ആ സ്നേഹം ഇരട്ടിയായിരിക്കും എന്നുള്ള കാര്യം അതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ ഇൽമും അറിവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. നമുക്കറിയാം, ഇന്ത്യ പാകിസ്ഥാൻ ഒരു സന്നിഗ്ധ ഘട്ടത്തിലാണ് നമ്മളുള്ളത്. വിശ്വാസികൾ എന്നാൽ എന്തായിരിക്കണം എന്നതാണ് നമ്മൾ ഈ കുത്തുബയിലൂടെ ക്ഷവിച്ചതിൻ്റെ ആകത്തുക. നമുക്കറിയാം, പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം, ആ രാഷ്ട്രത്തിൽ ഒരു തരത്തിലുള്ള നീതിയും അതിൻ്റെ ഉത്ഭവം മുതൽ ഇന്ന് വരെ നമ്മൾ നോക്കിയാൽ കാണാൻ വേണ്ടി സാധ്യമല്ല. ഒരു ഇസ്ലാമികപരമായി ചിന്തിക്കുമ്പോൾ കാണിക്കേണ്ട, വെച്ച് പുലർത്തേണ്ട കേവലം ഒരു നീതി അവരൊരിക്കലും പാലിക്കാറില്ല. അവരുടെ ഭരണരംഗത്താകട്ടെ, രാഷ്ട്രീയ രംഗത്താകട്ടെ, ഒരു രംഗത്തും. തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് ആയിരിക്കും, അയാൾക്ക് 5 വർഷം പൂർത്തിയാക്കി ഭരിക്കാൻ വേണ്ടിയുള്ള സ്വാതന്ത്ര്യം ചിലപ്പോൾ അവിടുത്തെ മിലീഷ്യ കൊടുക്കില്ല. അയാളെ തട്ടി മാറ്റി വേറെ ആരെങ്കിലും പിടിച്ച് ഭരണത്തിലാക്കും. ചിലപ്പോൾ നല്ല രീതിയിൽ ഭരിക്കുന്ന ഒരു ഭരണാധികാരിയായിരിക്കും, അയാൾ കാലാകാലം ചിലപ്പോൾ ജയിലിൽ കഴിയേണ്ടി വരും. ചിലപ്പോൾ പട്ടാള തലവനായിരിക്കും അവിടുത്തെ ഭരണാധികാരി വരുന്നുണ്ടാകുക. അതുമാത്രമല്ല, ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള എല്ലാ സംഘത്തിനും പാലും തേനും മോരും ആയുധങ്ങളും നൽകി അവർ പോറ്റി വളർത്തുന്നതിൻ്റെ ചരിത്രം അത് നമുക്ക് മായ്ച്ചു കളയാൻ പറ്റി മറ്റൊരു സംഗതിയല്ല. എത്ര വിരുദ്ധ ചേരികളുണ്ട് അവിടെ നിന്നറിയും. പേര് എണ്ണ തീരാത്ത ഒരുപാട് ശക്തികളുണ്ട്. അതുകൊണ്ടാണ് ബലൂചിസ്ഥാൻ പോലുള്ള സ്ഥലങ്ങൾ സ്വയം രാഷ്ട്ര പ്രഖ്യാപനത്തിന്റെ മുന്നിൽ നിൽക്കുകയാണ്.
എന്തുകൊണ്ടാണ്? ഇവര് വളർത്തിക്കൊണ്ടുവന്ന ഒരു സംഘം അവർ തന്നെ ശക്തി ആർജിച്ചിട്ട് സ്വന്തമായ രാഷ്ട്രം ഞങ്ങൾക്ക് വേണമെന്നുള്ള അവസ്ഥയിൽ പോലുമാണ് ആ രാഷ്ട്രം എത്തി നിൽക്കുന്നത്. സഹോദരന്മാരെ, അതിനൊക്കെ കാരണം ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് വ്യതിചലിച്ചതാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാം ഉണ്ടെങ്കിൽ ഒരു അയൽ രാഷ്ട്രത്തിനോട് ഒരു അനീതി പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമുക്ക് സൗദി അറേബ്യയുണ്ട്, മറ്റുള്ള ഇത്ര ഗൾഫ് രാഷ്ട്രങ്ങളുണ്ട്. ഏതെങ്കിലും മത്സരത്തിൽ അവരുണ്ടോ? ഏതെങ്കിലും കിടമത്സരത്തിൽ അവർ ഏർപ്പെടുന്നുണ്ടോ? പരമാവധി ഐക്യത്തിലും സ്നേഹബന്ധത്തിലാണല്ലോ അവർക്ക് കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ എൻ്റെ അയൽവാസി ഇന്ന രാഷ്ട്രമാണ് എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളൊന്നും അവിടെ നമ്മൾ കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അവർ ചെയ്തതിൻ്റെ പരിണിത ഫലം അവർ അനുഭവിക്കുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ സംഗതി എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ, അള്ളാഹുവിന്റെ ഭയത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ, സ്വാർത്ഥതകളും ലാഹേച്ഛും കേവല രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായിട്ട് പോകുമ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ ഇടപെടലുണ്ടാവും. കാരണം എന്താണ്? അത് അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ കീഴ്പ്പെടുന്നു എന്നതിൽ നിന്ന് മാറുമ്പോൾ അള്ളാഹുവിൻ്റെ നേരെ വിപരീതമായ പ്രവർത്തനങ്ങൾ ഇതാരായാലും അനുഭവിക്കേണ്ടി വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊരു കാര്യം സഹോദരന്മാർ, നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മൾ കഴിഞ്ഞ കുത്തുവ സൂചിപ്പിച്ചിരുന്നു, നമ്മുടെ വിദ്യാർത്ഥികളാണോ എന്ന് കൂട്ടിപ്പിടിക്കാൻ പറ്റാത്ത രീതിയിൽ പല രൂപത്തിലും വൈദ്യുതി മാറുന്ന അവസ്ഥയിലാണ് കുട്ടികളുടെ പോക്ക്. പ്രത്യേകിച്ചിട്ട് ഇന്നത്തെ കൗമാരം എന്ന് പറയുന്നത് നമുക്ക് പോലും തിരിയാത്ത ഏതെല്ലോ ഹാലിലും അവസ്ഥയിലാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇടയ്ക്കിടയ്ക്കുള്ള ശിക്ഷണങ്ങൾ, ഇടയ്ക്കിടയ്ക്കുള്ള തെർബിയത്ത് ക്ലാസുകൾ, അതുപോലെ തന്നെ തസ്കിയത്തുകൾ, അവർക്ക് നല്ല നല്ല ദീനീ ഉതകുന്ന പഠന സംരംഭങ്ങൾ, അതിൽ നിരന്തരം നമ്മൾ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഏർപ്പെടുന്ന ഒരു വിഭാഗം പല വിഭാഗങ്ങളെ പോലെ നമുക്കിടയിലുണ്ട്. അവർ സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് മറ്റന്നാളെ പെരിന്തണ്ണയിൽ വെച്ച് നടക്കുന്നത്. നമ്മളെ കഴിവിൽപ്പെട്ട നമ്മുടെ പരിധിയിലുള്ള 8ാം ക്ലാസ് മുതൽ മേലെ പഠിക്കുന്ന മുഴുവൻ കുട്ടികളെയും അവിടേക്ക് എത്തിക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ സഹായങ്ങളും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുവേ, സാധാ മരുന്നുകൾ കൊണ്ട് മാറാത്ത രോഗങ്ങൾ, എപ്പോഴും മരുന്നുകളെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, മറ്റുള്ളവർക്ക് കൈനീട്ടേണ്ടി വരുന്ന അവസ്ഥകൾ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, പോസ്റ്റ്മോർട്ടം പോലെയുള്ള അപകട മരണങ്ങൾ, അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ അഭയം ചോദിക്കാൻ. അല്ലാഹുവേ, ജീവിതത്തിലോ മറ്റോ ജീവക്ഷമായി കിടക്കേണ്ടി വരുന്ന അവസ്ഥകൾ, അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ അഭയം ചോദിക്കാം. അല്ലാഹുവേ, ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സമയം യഖീനോടുകൂടി, ദൃഢതയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന സത്യവിശ്വാസികളാക്കി നമ്മളെവരെയും മാറ്റി തീർക്കണമേ. അല്ലാഹുവേ, നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആരോഗ്യ സൗഖ്യവും ഹിദായത്തും പ്രദാനം ചെയ്യണമേ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നിന്റെ വിശാലമായ മഗ്ഫിറത്ത് വഴി അവരെയും നമ്മളെയും നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. അല്ലാഹുവേ, നമ്മുടെ ഭാര്യമാരിലും കുട്ടികളിലും നീ ഒരു കൺകുളിർമ പ്രദാനം ചെയ്യണമേ. നമ്മളാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു കൺകുളിർമ പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ, നമ്മുടെ നാട്ടിനെ നീ നിർഭയത്വം പ്രദാനം ചെയ്യണമേ, സമാധാനം പ്രദാനം ചെയ്യണമേ. എല്ലാവിധ ഭീഷണികളിൽ നിന്നും നമ്മയും നമ്മുടെ നാടിനെയും നീ കാത്തുരക്ഷിക്കണമേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. الحمد لله رب العالمين.